the hearts of the people. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിനെ ആ പഠിപ്പിക്കൽ സ്വാധീനം ചെയ്തിരുന്നു. Because they were taught from the very younger days that there is no resurrection. When Jesus said, I am going to be resurrected, it was hard to believe and accept and respond. ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല എന്ന് ചെറുപ്രായത്തിൽ തന്നെ അവരെ പഠിപ്പിച്ചിരുന്നത് കൊണ്ട് യേശു ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. Secondly, രണ്ടാമതായി disciples already saw the body of Jesus. രണ്ടാമതായി ശിഷ്യന്മാർ യേശുവിന്റെ മരിച്ച ശരീരം കണ്ടിരുന്നു. His body was bruised and broken. അവന്റെ ശരീരം വളരെ മുറിവേൽക്കപ്പെട്ടിരുന്നു. So it was impossible to believe that such a body is going to resurrect. No, by no way. അത്രമാത്രം മുറിവേറ്റിരുന്നായ അവന്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്നോ ഒരിക്കലും സംഭവിക്കില്ല എന്ന് അവർ ചിന്തിച്ചു. All the blood has been moved out of his body. അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയിരുന്നു. And finally they saw even the last drop of the blood is coming out of Jesus. അവസാന രക്തത്തുള്ളിയും അവന്റെ വിലാപ്പുറത്തുനിന്ന് ഒഴുകി വരുന്നത് അവർ കണ്ടിരുന്നു. His body was bruised like anything. അവന്റെ ശരീരം ആളെന്ന് തോന്നുവാൻ കഴിയാത്ത രീതിയിൽ തകർക്കപ്പെട്ട് നുറുക്കപ്പെട്ടിരിക്കുന്നത് അവർ കണ്ടിരുന്നു. It was broken like anything. അത് വളരെ തകർക്കപ്പെട്ടിരുന്നു. So it was hard to believe that this body is going to be resurrected. By no way. അതുകൊണ്ട് അവർ ചിന്തിച്ചു ഇങ്ങനെയുള്ള ഒരു ശരീരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയോ എന്നോ ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് ചിന്തിച്ചു. മൂന്നാമതായി his body was wrapped and embalmed. അവന്റെ ശരീരം ഇതാ ശീലകളാൽ ചുറ്റപ്പെട്ട് സുഗന്ധദ്രവ്യങ്ങളാൽ മൂടപ്പെട്ടു. It was embalmed and wrapped like a mummy. ഒരു മമ്മിയെ പോലെ മരിച്ച ശരീരത്തെ അവര് സുഗന്ധദ്രവ്യങ്ങളാൽ നിറച്ച് ശീല കൊണ്ട് ചുറ്റിക്കഴിഞ്ഞിരുന്നു. So how can this be resurrected? എങ്ങനെ ഈ കെട്ടപ്പെട്ട ശരീരം ഉയർത്തെഴുന്നേൽക്കും? Dear brothers and dear sisters, let me tell you something this morning. പ്രിയ സഹോദര സഹോദരി, ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ. Even though the teachings are against resurrection, ഉയർത്തെഴുന്നേൽപ്പിന് വിരോധമായി പഠിപ്പിക്കൽ ഉണ്ടായിരുന്നിട്ടും, even though your situation and your body may have been bruised and broken like anything, വളരെ നിന്റെ ശരീരം അടിക്കപ്പെട്ട് നുറുക്കപ്പെട്ട് വിരിക്കുന്നുവെങ്കിലും, even though his body was embalmed like a mummy, അവർ മരിച്ച ശരീരത്തെ പോലെ അവന്റെ ശരീരം ശീലകളാൽ ചുറ്റപ്പെട്ടും സുഗന്ധദ്രവ്യങ്ങളാൽ നിറയ്ക്കപ്പെട്ടിരുന്നുവെങ്കിലും, because resurrection is in the plan of God, you are going to be resurrected. ദൈവിക പദ്ധതിയിൽ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് ഉണ്ടായിരുന്നതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. Hallelujah. Hallelujah. Your resurrection is in the plan of God. കാരണം നിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദൈവിക പദ്ധതിയിലുള്ളതാണ്. When the resurrection power comes into your body, നിന്റെ ശരീരത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി കടന്നു വരുമ്പോൾ, your body will be equipped and empowered to overcome every obstacle the enemy has put before you. നിനക്ക് മുന്നായി ശത്രുവായി വച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ആ ശക്തി കൊണ്ട് മേൽക്കൊള്ളപ്പെടും, അല്ലെങ്കിൽ അത് അതിജീവിക്കപ്പെടും. And fourthly, നാലാമതായി his body was buried in a cave. അവന്റെ ശരീരം ഒരു കല്ലറയിൽ അടക്കപ്പെട്ടു. There is no hope for resurrection now. ഇപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന് ഒരു പ്രത്യാശയുമില്ല. Is put in a cave. ഇതാ ഒരു ഗുഹയിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. Is put in a tomb. ഇതാ കല്ലറയിലേക്ക് വെക്കപ്പെട്ടിരിക്കുകയാണ്. Buried his body. അവന്റെ ശരീരം അടക്കപ്പെട്ടു കഴിഞ്ഞു. Dear brothers and dear sisters, പ്രിയ സഹോദര സഹോദരി, even if it is buried in the tomb, ഇതാ കല്ലറയിൽ അടക്കപ്പെട്ടതാണ് നിന്റെ ശരീരമെങ്കിലും, because it's the plan of God, ദൈവിക പദ്ധതിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാകുന്നു. because the resurrection in the plan of God, നിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദൈവിക പദ്ധതിയിലുള്ള കാര്യമാകുന്നു. God is going to raise it. ഹല്ലേലൂയ. ദൈവം അത് ഉയർത്തെഴുന്നേൽപ്പിക്കും. God is going to raise it. ദൈവം അത് ഉയർത്തെഴുന്നേൽപ്പിക്കും. God's enabling power is going to come into your mortal body. ദൈവത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നിന്റെ ശരീരത്തിലേക്ക് കടന്നു വരും. Fifthly, അഞ്ചാമതായി the tomb is guarded by the seal, the sword. അവന്റെ കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് വെച്ച് മുദ്ര കുത്തപ്പെട്ടിരിക്കുകയാണ്. So the mouth of the tomb is closed by a big stone. ഇതാ അവന്റെ കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് വെച്ച് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. All the hopes are gone. എല്ലാ പ്രത്യാശയും മാറിപ്പോയി. It's hard to believe, അത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം. because the teaching is that the resurrection will never take place. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കില്ല എന്നൊരു പഠിപ്പിക്കലുണ്ട്. And secondly, we have seen the body, how much it is bruised and broken. എത്രമാത്രം യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. And thirdly, it is wrapped and embalmed like a mummy. മൂന്നാമതായി അവന്റെ ശരീരം മരിച്ചവരെ പൊതിയുന്ന പോലെ സുഗന്ധദ്രവ്യം കൊണ്ട് പൊതിഞ്ഞ് ശീലകളാൽ ചുറ്റപ്പെട്ടു And കഴിഞ്ഞു. fourthly, it is buried in the tomb. നാലാമതായി അത് കല്ലറയിൽ അടക്കപ്പെട്ടു കഴിഞ്ഞു. And fifthly, the tomb is sealed with a stone. അഞ്ചാമതായി അവന്റെ കല്ലറ വാതിൽക്കൽ ഇതാ വലിയൊരു കല്ല് ഉരുട്ടി വെക്കപ്പെട്ടിരിക്കുന്നു. So the resurrection will never happen. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ് ഒരിക്കലും സംഭവിക്കില്ല. I have seen
seen many people who say like this. ഇങ്ങനെ പറയുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. Pastor, I can give at least 20 reasons why God will not hear my prayer. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്നുള്ളതിന് പാസ്റ്ററെ എനിക്ക് വേണമെങ്കിൽ 20 കാരണങ്ങൾ തരാമെന്ന് പറഞ്ഞു. I can give 17 reasons why God will not do this thing for me. ഈ കാര്യം ദൈവം എനിക്ക് വേണ്ടി ചെയ്യുകയില്ല എന്നുള്ളതിന് 17 തെളിവുകൾ ഞാൻ തരാമെന്ന് പറയും. Let your reasons be 24. Let me tell you, if it is God's plan to resurrect you, it is going to be resurrected. എന്റെ കാരണങ്ങൾ അനവധി ഉണ്ടായിക്കൊള്ളട്ടെ, എന്നാൽ യേശുവിന്റെ ദൈവത്തിന്റെ പദ്ധതിയുള്ള കാര്യമാണ് അതെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. Irrespective of the teachings you heard so far, ഇതുവരെ നീ കേട്ടിട്ടുള്ള പഠിപ്പിക്കൽ അവിടെ ഇരുന്നോളട്ടെ. irrespective of the body condition you have right now, നിന്റെ ശരീരത്തിന്റെ അവസ്ഥ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, irrespective of how people treat you, നിന്നെ മറ്റുള്ളവർ എങ്ങനെ നിന്നോട് പെരുമാറുന്നു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, irrespective of what condition you are laid right now, ഇപ്പോൾ ഞാനിരിക്കുന്ന അവസ്ഥ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, irrespective of the sealing the people has put on you, നിന്റെ മേൽ വെച്ചിരിക്കുന്ന മുദ്ര എന്തും ആയിക്കൊള്ളട്ടെ, because it is God's plan to raise you out of death. ഹല്ലേലൂയ, നിന്നെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. It is going to happen. അങ്ങനെ തന്നെ സംഭവിക്കാൻ It is going to happen. അതങ്ങനെ സംഭവിക്കാൻ പോകുന്നു. And the sixth reason, ആറാമത്തെ കാരണം, the tomb was guarded by Roman security. റോമ പടയാളികളാൽ കല്ലറ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. Oh, this is more than enough to believe that Jesus is not going to resurrect. ഇത് യേശു ഉയർത്തെഴുന്നേൽക്കില്ല എന്നുള്ളതിന് നല്ലൊരു കാരണമാണ്. Hallelujah. Hallelujah. For the full gospel people, the first three reasons is more than enough that God is not going to do anything for me. നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവം ഒരു കാര്യം ചെയ്യുകയില്ല എന്നുള്ളതിന് ആദ്യത്തെ 3 കാരണം തന്നെ ഫുൾ ഗോസ്പൽ ചർച്ചുള്ള വ്യക്തികൾക്ക് മതി. Some people need only one reason, that's more than enough for them. ചിലർക്ക് ഒരു കാരണമേ